ഞാൻ പറയാറുണ്ട്, ഒരു സൂര്യൻ അസ്തമിക്കുമ്പോൾ എൻ്റെ നിങ്ങളെയും ജീവിതത്തിൽ ഒരു ദിവസം തീർന്നു എന്നതിനർത്ഥം. ഞാനുങ്ങളൊന്നൊരു 100 കൊല്ലം ജീവിക്കാൻ വന്നോലല്ല. എത്ര ചെറുതാ നമ്മളെ ജീവിതം എന്നറിയണമെങ്കിലേ, ഞാൻ ഈ അത്യാവശ്യം വൽപ്പുള്ള ഒരു ചെറിയോനോട് ചോദിക്കുക, എനിക്ക് എൻ്റെ വാപ്പൻ്റെ പേരറിയോ? ഓ, വാപ്പൻ്റെ പേരോ അറിയാം. വാപ്പൻ്റെ പേരോ അറിയൂല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാപ്പൻ്റെ പേര് അബ്ദുറഹിമാൻ, എൻ്റെ വാപ്പൻ്റെ പേര് പോക്കുട്ടി സാഹിബ്. പോക്കുട്ടി സാഹിബിൻ്റെ വാപ്പൻ്റെ പേര് എനിക്കറിയൂല. അതിനർത്ഥം ഒരു 100 കൊല്ലം മുൻപ് ജീവിച്ചോലെ പറ്റിയിട്ട് നമുക്കൊരു വിവരവുമില്ല. 100 കൊല്ലം മുൻപ് ജീവിച്ച മനുഷ്യരെ പറ്റി നമുക്കൊരു വിവരവുമില്ല. നമ്മൾ ജീവിക്കുന്ന ഈ മനുഷ്യന്മാരെ മനസ്സിലേ നമ്മളുള്ളൂ. ഇനിയൊരു 100 കൊല്ലം കഴിഞ്ഞ് എൻ്റെ മോൻ അബ്ദുള്ള, ഇനി അബ്ദുള്ളക്കൊരു മോനുണ്ടായാൽ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴോട്ട് ഇന്നെ പറ്റി ചോദിച്ചാൽ അവൾക്കും വലിയ വിവരം ഉണ്ടാവില്ല. ഒരു 100 150 കൊല്ലത്തിൻ്റെ ഇടക്ക് ജീവിച്ച കൺമുൻപിലുള്ള മനുഷ്യന്മാരെ കണ്ണിലും മനസ്സിലേ ഞാനും നിങ്ങളും ഉള്ളൂ. അപ്പൊ നിങ്ങൾ മരിക്കുന്നത് വരെ എന്നെ ഓർമ്മ ഉണ്ടാവും, അത്രേ ഉള്ളൂ. എനിക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് നിങ്ങളെ മക്കൾ വന്നാൽ ചിലപ്പോൾ എന്നെ ഓർമ്മ ഉണ്ടാവും, മക്കൾ വന്നാൽ എന്നിട്ട് ഓർമ്മയുണ്ടാവില്ല. അത്ര ചെറുതാ മനുഷ്യരെ ദുനിയാവ്. ഒരു 100 കൊല്ലം തികച്ചു കിട്ടൂല. നിങ്ങളൊരു 100 രൂപ ചില്ലറയാക്കി ഓരോ റുപ്യ മാറ്റി വെച്ച് നോക്കി, ഒരു 70 എത്തിയാൽ തന്നെ വലിയ ഇട്ടലാപ്പം. അള്ളാന്റെ ഹബീബിന് പോലും പടച്ചോൻ കൊടുത്തത് 63 കൊല്ല. 63 കൊല്ലം. എനിക്ക് 42 വയസ്സായി. അതിനർത്ഥം എന്താ? ഞാൻ ഇന്ന് രാവിലെ വരുമ്പോഴും പെണ്ണുങ്ങളോട് പറഞ്ഞു, അള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകൻ 63 കൊടുത്തിട്ടുള്ളൂ എങ്കിൽ എനിക്കൊക്കെ ഒരു 19 കൂടിയൊക്കെ പ്രതീക്ഷിക്കാനുള്ളൂ. അത്രേ ഉള്ളൂ. അത്ര ചെറിയ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മക്കായി കിബിറ്, നമ്മക്കായി കുതിരകളി, നമ്മക്കായി പവറും പത്രാസും ഒക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള പരിപാടികളും ഒക്കെ നാളെ പടച്ചോന്റെ അടുത്തേക്ക് പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് തിരിച്ചു പോകാനാ. നമ്മളെ കബറും പുറത്തേക്ക് ഒരു പിടി മണ്ണ് വാരിയിടുന്നവന് സമാധാനത്തോടെ നമ്മളെ യാത്രയാക്കാനാ. അള്ളാഹു വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പം സന്തോഷത്തോടെയും ധൈര്യത്തോടെയും റബ്ബിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാനാ. നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഞാൻ നല്ലോനാ, നിങ്ങൾ സർട്ടിഫിക്കറ്റ് തന്നാ അത് നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഒപ്പാക്കിയിട്ട് എൻ്റെ കബറിലേക്ക് ഇട്ടാൽ എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ടാ തൈവ കുഞ്ഞുമൂന്ന് മുസ്ലിയാർ പാടിയതും, കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന, ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ, 2-3 ദിനം കൊണ്ട് അഴുകുന്നതാണീ നേത്രം 2, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട്. 24 മണിക്കൂർ കൊണ്ട് ബ്ലഡ് ചെവി കൂടെയും മൂക്കുകൂടെയും വരും. ജീവൻ ഉള്ളപ്പോഴേ ബ്ലഡിന് ഓടാനുള്ള കഴിവുള്ളൂ. ജീവൻ നിൽക്കുമ്പം ബ്ലഡ് അവിടെ സ്റ്റെക്കാവും. പിന്നെ ബ്ലഡിന് എങ്ങനെയുണ്ട് പുറത്ത് ചാടണം എന്നാ. അതാണ് സർവ്വദ്വാരത്തു കൂടെയും വരും, മൂക്കുകൂടെ വരും, ചെവിട്ടുകൂടെ വരും. ആൾക്കാർ പറയലില്ലേ, നേരത്തോട് നേരം വച്ചാൽ മണക്കാനും തുടങ്ങും, ബ്ലഡ് വരാനും തുടങ്ങും. ഇനി അഥവാ ഒരു 24 കഴിഞ്ഞ് 48 മണിക്കൂറായി, വയറിങ്ങനെ വീർത്തുവന്നുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. 68 മണിക്കൂർ 72 മണിക്കൂറാകുമ്പം വയറിങ്ങനെ പൊട്ടാൻ ഒരുങ്ങിക്കും, നഖമൊക്കെ ഇങ്ങനെ പതുക്കെ ഇളിഞ്ഞിട്ടുണ്ടാകും. 6ാമത്തെ ദിവസം കബറ് മാന്തി നോക്കിയാൽ ചേർത്ത് വയറ് പൊട്ടിയിട്ട് ഇളിഞ്ഞ് നഖവും മാംസമൊക്കെ ഇങ്ങനെ വേർപെട്ട് കിടക്കുന്നൊരു മാംസപിണ്ഡം. ഒരാഴ്ച പോലും മണ്ണിൻ്റെ അടി കിടക്കാൻ സുന്ദരതയില്ലാത്തൊരു ശരീരം. അത്രേ ഉള്ളൂ മനുഷ്യരെ. അത് ഈ ദുനിയാവിൽ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനും ആൾക്കാരെ സർട്ടിഫിക്കറ്റ് കിട്ടാനും അല്ല. ഞാൻ പറയാറുണ്ട്, നമുക്ക് നമ്മളെ പറ്റിയിട്ടൊരു സന്തോഷം ഉണ്ടായാൽ മതി. എന്നെ മണ്ണ് കുണ്ടക്കുന്ന എൻ്റെ ഭാര്യക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ വാപ്പാക്കോ ഉമ്മാക്കോ എന്നെ കുണ്ടച്ച് തിരിച്ചു വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവരുത്. എന്താ ഇപ്പം കിട്ടുമോന് എന്നുള്ളൊരു ബേജാറുണ്ടാവരുത്. അതെനിക്ക് ജീവിതത്തിൽ മരിക്കുന്നതിന് മുൻപ് ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു മനസ്സാ. അതെനിക്കുണ്ടെങ്കിൽ ഞാൻ ഒരാളെയും ഭയപ്പെടൂല, അള്ളാഹുവിനെ അല്ലാതെ. ഒരാളുടെ വാക്കും ഞാൻ
ബേജാറോടെ സ്വീകരിക്കൂല. ഞാൻ പറയാറുണ്ട്, ഞാൻ എൻ്റെ വാപ്പനെയും ഇമ്മനെയൊക്കെ തെറി കേട്ടത് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിലാ. ഏത് ആകാശത്ത് കൂടെ പോകുന്ന ഫ്ലൈറ്റ് മടവൂര് പിടിച്ചിറക്കി ഷെയ്ഖുന പോയി വിളിച്ചൂടി തക്ബീർ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൈകൊണ്ട് താങ്ങി നിർത്തി ഷെയ്ഖ് പറഞ്ഞു, ഇനി അങ്ങോട്ട് എൻ്റെ ഏരിയയാണ്, പതുക്കെ പോയാൽ മതി. അത്ഭുതം എന്ന് പറയട്ടെ, തീവണ്ടി അതാ എത്ര എഞ്ചിൻ സ്പീഡ് കൂട്ടാൻ നോക്കിയിട്ടും നടക്കുന്നില്ല. 18 കൊല്ലം ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഷെയ്ഖിന്റെ കണ്ണീര് പറഞ്ഞപ്പോൾ ബിരിയാണിൻ്റെ ഇടക്ക് കോഴിക്കാല് കൊടുത്തു. പെണ്ണിന് 9 മാസം ഗർഭം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുക്കടലിൽ കപ്പൽ കുടുങ്ങി ഹാജിമാര് പോകുന്നേ. 100 ആൾ ഒരുമിച്ച് തീരുമാനിച്ചു CM-ന്റെ പേരിൽ കുത്തുബിയത്ത് ചെല്ലാം. അത്ഭുതം എന്ന് പറയട്ടെ, പസഫിക് സമുദ്രത്തിന്റെ മുകളിലൂടെ വടിയും കുത്തിപ്പിടിച്ചൊരു പ്രായമുള്ള വ്യക്തി വരുന്നു, വെള്ളത്തിന്റെ അടിയിലേക്ക് ഊളിയിടുന്നു, എഞ്ചിന് 2 തല്ല് തല്ലുന്നു, വീണ്ടും അത് ആ കപ്പൽ സ്പീഡിൽ പറക്കുന്നു. അപ്പോൾ മുഖം കണ്ടപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു അത് CM ആണെന്ന്. നഊദുബില്ല. ഇതിന് തക്ബീർ വിളിക്കാൻ കുറെ ആളുകളും. ഇതാണോ ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വാപ്പാനെ വിളിച്ചു, ഉമ്മാനെ വിളിച്ചു, ഞാൻ ജാരസന്തതിയായി, ഞാൻ വേണ്ടാത്തോനായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നല്ല പറഞ്ഞതിൻ്റെ പേരിലേ എല്ലാവർക്കും കുറ്റം കിട്ടിയിട്ടുള്ളൂ. അള്ളാൻ്റെ ഹബീബ നബി തങ്ങൾക്ക് ഇതിനേക്കാളും വലുത് കിട്ടിയിട്ടുണ്ട്. അത് പേടിച്ചിട്ട് പടച്ചോൻ്റെ ദേവത്തിന് ഇറങ്ങാതിക്കരുത്. അത് പേടിച്ചിട്ട് അള്ളാൻ്റെ ദീനിൻ്റെ പ്രവർത്തിക്കാൻ നിൽക്കാതിക്കരുത്. നാട്ടിൽ സൽപ്പേരുണ്ടാക്കണേ, ആരോടും വൽങ്ങനെയൊന്നും മിണ്ടാതെ അവനാൻ്റെ ദീനും നോക്കി നടന്നാൽ മതി. എന്നാ സൽപ്പേരുണ്ടാവും. ആരുടെയിൽ? നാട്ടുകാരുടെയിൽ. ഓ നല്ല മനുഷ്യനാട്ടോ, തളപ്പാടി ഒരു നല്ല മനുഷ്യൻ്റെ. അത് എന്താ, എല്ലാ ഭക്തനും പള്ളിയിൽ വരും. ഓ നാട്ടിലെ ഖുർആൻ ക്ലാസ്സിനും ഉണ്ടാവും. ഓക്കെ. വെള്ളിയാഴ്ച നേരത്തെ വരും. ഓ നാട്ടിലെ പെണ്ണുങ്ങളെ ക്ലാസ്സിന് 30 ഉണ്ടാവും. ഓക്കെ. ആളെങ്ങനെയാ? നല്ല മനുഷ്യനാ. ആരാ നല്ലോന്ന് പറഞ്ഞത്? അള്ളാഹു പറഞ്ഞിട്ടില്ല. അവനാൻ്റെ ജോലിയും കൂലിയും നോക്കിയിട്ട് ഒഴിവുള്ളപ്പോൾ പള്ളിയിൽ വന്ന് ഒരു പെരുന്നാളിൽ മാത്രം നേരത്തെ പള്ളിയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടുന്നോ നല്ലോനെന്നല്ല അള്ള പറഞ്ഞത്. അത് നാട്ടുകാർ സർട്ടിഫിക്കറ്റ് തരുന്നതാ. നാട്ടുകാർ സർട്ടിഫിക്കറ്റ് മോശം തരും. എപ്പോൾ ബാക്കിൽ പോയി ചാരിയിരിക്കുന്നവനോട് മുന്നിൽ ഇരിക്കുന്ന പറഞ്ഞാൽ ഓൻ്റെ കണ്ണിൽ പിന്നെ മരിക്കുന്നവരെ നമ്മൾ ശത്രുവാ. ഈ നാളെ ഖുർആൻ ക്ലാസ്സിന് വരണട്ടോ, നീ ജമാഅത്തിന് വരണട്ടോ എന്ന് പറഞ്ഞാൽ ഓൻ ശത്രുവാ. നല്ലത് കേൾക്കണമെങ്കിൽ ആരോടും ഉണ്ടാന്നാ മതി. എന്താ നാട്ടുകാരെന്നെ പറയും, ആള് ഡീസൻ്റാ, ഒന്നിലേക്കുമില്ല. ഓൻ്റെ പണി, ഓൻ്റെ ജോലി, ഓൻ്റെ കടം, ഓൻ്റെ കട, അത് കഴിഞ്ഞാൽ പിന്നെ ഓനും ഓൻ്റെ കുടുംബവും. അത് നാട്ടുകാർ സർട്ടിഫിക്കറ്റ് തരും. അതുകൊണ്ട് വെച്ച് നടക്കണ്ട, മണ്ണുക്ക് ഉപകാരം ഉണ്ടാവില്ല. കാരണം വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ അള്ളാന്റെ മാർഗത്ത് ക്ഷണിക്കുന്നോനാ. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അങ്ങനെ ഓരോരുത്തരും ചെയ്തുകൊണ്ട് എനിക്കും ഇങ്ങൊക്കെ ഈ തൗഹീദിന്റെ വെളിച്ചത്തിൽ നിൽക്കാൻ പറ്റുന്നത്. എന്തായിരുന്നു ഈ സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ? ആശുപത്രി പോകാൻ പറ്റുന്നില്ലേ? ചികിത്സ നടത്താൻ പറ്റുന്നില്ലേ? എന്തിന് പെൺകുട്ടികൾക്ക് എഴുത്തും വായനയും പഠിക്കാൻ പറ്റുന്നില്ലേ? ഓരോരുത്തരും അവനാന്റെ കാര്യം മാത്രം നോക്കി അതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പം സമൂഹത്തിൽ മാറ്റം ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടാ അസ്ലമിയ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അങ്ങനത്തെ ബിരുദെടുത്ത പെൺമക്കളെയൊക്കെ ഈ സമൂഹത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. അവർക്ക് ചൂട് കൊടുക്കണം, അവർക്ക് ധൈര്യം കൊടുക്കണം, അവരുടെ വാക്കുകൾക്ക് കേൾവി കൊടുക്കണം. ആ സ്ഥാനത്തേക്ക് എൻ്റെ മക്കൾ എത്തണമെന്ന് ചിന്തിക്കണം. ധാർമ്മികതയിലൂടെ മുൻപോട്ട് പോകുന്നൊരു തലമുറ വന്നിട്ടില്ലെങ്കിൽ ഈ സമൂഹം നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ലിബറലുകളും നിരീശ്വരവാദികളും ഈ മതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരും ഒരുമിച്ച് പണിയെടുത്തൊണ്ടിരിക്കുക. നെഞ്ചിൻ്റെ ഉള്ളിൽ ഈമാനുണ്ട്, ആരെ മുൻപിലും ധൈര്യപ്പെട്ട് നിൽക്കും മനുഷ്യരെ. അതുകൊണ്ടാ ഫാസിസ്റ്റുകൾക്കും സയനിസ്റ്റുകൾക്കും അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്കും ഫലസ്തീൻ എന്ന രാജ്യം ഇന്ന് തമാശയാണെങ്കിലും കൊന്നൊടുക്കാൻ മക്കളെ കിട്ടുന്നുണ്ടെങ്കിലും ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് മുൻപിൽ വിരിമാറ് കാണിച്ചു കൊടുത്ത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഹൃദയം ചിന്തി പൊരുതുന്ന ഒരു ഫലസ്തീനിലെ മക്കൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. തൗഹീദ് നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടെങ്കിലേ ഒരു മനുഷ്യന് മുൻപിൽ നമ്മൾ തലകുനിക്കേണ്ടി വരൂല. ആ തൗഹീദിന്റെ വെളിച്ചമാണ് ദീന്. ദീനിന്റെ വെളിച്ചമാണ് തൗഹീദ്. അത് നേടാനാണ് സംഗമങ്ങൾ, അത് നേടാനാണ് അറബി കോളേജുകൾ, അത് പ്രചരിപ്പിക്കാനാണ് മുസ്ലിം സമൂഹത്തിലെ പള്ളികളും മുസ്ലിം സംഘടനകളും. ആ രംഗത്തിനിയും ആർജവത്തോടെ മുൻപോട്ട് പോകാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു ഇതേ രീതിയിൽ നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, മക്കളാൽ സന്തോഷിപ്പിക്കപ്പെടുന്ന രക്ഷിതാക്കളാവാൻ, ദീനുകൊണ്ടും ദുനിയാവ് കൊണ്ടും, ദുനിയാവിലും ആഖിറത്തിലും മക്കളാൽ ആദരിക്കപ്പെടുന്ന രക്ഷിതാക്കളാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട് നാഥ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. കടബാധ്യതയിൽപ്പെട്ടവർ, അതോടൊപ്പം ലോണ് പോലെയുള്ള ഹറാമായ സാമ്പത്തിക വിഷയത്തിൽ അബദ്ധം കൊണ്ട് ചാടിപ്പോയവരുണ്ട് നാഥ. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഹലാലായ
സമ്പാദ്യത്തോടെ ബാധ്യതകൾ തീർത്ത് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബേ, ദീന് പഠിക്കാൻ മനസ്സിനൊരു വിശാലതയും നിന്റെ ഖുർആൻ ജീവിച്ചിരിക്കുന്ന വക്താക്കളാക്കി ജീവിതത്തിലും മരണത്തിലും ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. ഇതുപോലെയുള്ള ലേൺ ദി ഖുർആൻ പോലെ ആലോചിച്ച് നോക്കൂ, 18 വർഷങ്ങളായി ഒരാളിൽ നിന്ന് പിന്നീട് ഈ സമൂഹത്തിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി. ഞാൻ ഈ മൂസക്കായിട്ടൊക്കെ ഉള്ള പരിചയവും ഈ ലേൺ ദി ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് റിയാദിൽ ചെന്നപ്പോഴാണ് നിങ്ങളെപ്പോലും കാണാൻ അള്ളാഹു എനിക്കൊരു തൗഫീക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രചാരകരായവർക്ക്, ഇതിന് പരിശ്രമിക്കുന്നവർക്ക്, എഴുതുന്നവർക്ക്, പഠിക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അതൊരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിച്ച് പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഇതുപോലെ ആഫിയത്തോടെ ഇസ്സത്തോടെ ദീന് പറയാനും ദീനിൽ ഉറച്ചു നിന്ന് മരിക്കാനും നമ്മൾക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊരു മനസ്സിൽ വെറുപ്പാക്കരുത്, പൊരുത്തപ്പെടുക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.